ഇന്ന് നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സൂപ്പർ സ്നാക്കാണ് ചെയ്യുന്നത്. ചപ്പാത്തിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണിത്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈസി ടീ ടൈം സ്നാക്ക്. എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുബൂസ് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെയൊക്കെ ആവുന്ന സമയത്ത് എപ്പോഴും കിട്ടുന്നൊരു കാര്യമാണ് കുബൂസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചപ്പാത്തി കൊണ്ട് ചെയ്യുന്നത്. ചപ്പാത്തിയും ഏകദേശം ഇതേ ടേസ്റ്റ് തന്നെയാണ്. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ കുറച്ചുകൂടി ടേസ്റ്റ് കുബൂസ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊന്ന് മുറിച്ചെടുക്കണം. മുറിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കുക, ഏത് ഷേപ്പ് വേണമെങ്കിലും. കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എളുപ്പത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെയാണ് ഇപ്പോൾ ഞാൻ മുറിച്ചെടുത്തത്. നമ്മൾ ഡയമണ്ട് കട്ട്സിനൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്യില്ല, 6 നമ്പറിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിലാണ്. അപ്പോൾ സ്ക്വയർ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ മതി. ഇപ്പോൾ നമ്മൾ 2 കുബൂസും ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ തലേദിവസമൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്ന ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഏതുപോലെയാണ് മുറിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഈ ഒരു ഷേപ്പിലപ്പോൾ 2 ചപ്പാത്തി ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, എണ്ണ ചൂടാക്കിയിട്ട് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കുബൂസാണ് ഫ്രൈ ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള മുങ്ങി ഫ്രൈ ആവാനുള്ള ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത്രയ്ക്ക് ഓയിൽ വേണ്ടാന്ന് എനിക്ക് കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇത്തിരി അങ്ങ് വറുത്തെടുത്താലും മതി കേട്ടോ. പിന്നെ ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എണ്ണ ഓയിൽ കുടിക്കുന്ന ഒരു പ്രശ്നം വരും. എന്നിട്ട് ഇത് ഒരു 1 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല, 30 സെക്കൻഡ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഒന്നങ്ങ് ഇളക്കി ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും. എടുക്കുക, ഒരുപാട് കരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇനി ബാക്കിയുള്ള ചപ്പാത്തിയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഓയിലേക്ക് ഇടുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവണം. പിന്നെ പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് കറുപ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, അത്യാവശ്യം ഒന്ന് ഫ്രൈ ആവും വേണം. ആ ഒരു ക്രിസ്പി ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ടിഷ്യൂലേക്കോ സ്ട്രെയിനറിലേക്കോ വെക്കണം, എന്നാലായിട്ട് ആ ഒരു എണ്ണ അങ്ങ് പോയി കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു മസാലപ്പൊടി ചേർക്കാനുണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് മാത്രം എടുക്കുക. അതായത് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ ഒരു ഇത്തിരി സ്പൈസി ആകുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഒരു 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഒരുപാട് വേണ്ടി വരില്ല, കാരണം ചപ്പാത്തിക്കാണെങ്കിലും ഉപ്പുണ്ടാവും, കുബൂസിനാണെങ്കിലും പാകത്തിനുള്ള ഉപ്പുണ്ട്. പിന്നെ ഒരു ഇത്തിരി ഉപ്പ് മതി. ഇനി ചാറ്റ് മസാല കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക, അല്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മുളക് പൊടി ഉപ്പ് മാത്രമായാലും മതി. ഇനി ഒരു സ്പൈസി ആയിട്ടുള്ള ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരപ്പൊടി, കുറച്ചൊരു ഏലക്ക കൂട്ടിയിട്ടുള്ള പഞ്ചസാരപ്പൊടി ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുത്താലും അതും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിക്കോളൂ. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കുബൂസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ചപ്പാത്തി ഞാൻ ഇതിലേക്ക് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മൊത്തത്തിൽ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ചപ്പാത്തി കുബൂസും തമ്മിൽ. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൊടി, ഇത് കാണുന്ന സമയത്ത് കുറച്ചേ ഉള്ളൂ തോന്നും, പക്ഷേ മൊത്തത്തിൽ മിക്സായി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ളതുണ്ടാവും, ഒരുപാടൊന്നും വേണ്ടല്ലോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്. ഇത്രയ്ക്ക് സിമ്പിളാണ്. ഇനി ഓയിൽ തീരെ ഉപയോഗിക്കാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുബൂസ് ഇങ്ങനെ ഫ്രൈ ചെയ്തതിന് പകരമായിട്ട് ഓവനിൽ ഒരു 5-6 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത്രയ്ക്ക് പോരാ, എന്നാലും കുഴപ്പമില്ല. ഇതിലൊരു ഇത്തിരി എണ്ണയുടെ പ്രശ്നമുണ്ട്, എന്നാലും വല്ലപ്പോഴൊക്കെ ചെയ്തു നോക്കാം. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ തന്നെ മതി ഇങ്ങനെ ചെയ്യാനായിട്ട്. വളരെ സിമ്പിളാണ്, പക്ഷേ എന്തോ നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ കപ്പ ചിപ്സൊക്കെ കഴിക്കുന്നില്ല, ഏകദേശം അതുപോലെയൊക്കെ തോന്നും. പിന്നെ ലേസൊക്കെ കഴിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ആ ലേസ് ഒഴിവാക്കിയിട്ട് അവർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു രീതിയിൽ ചപ്പാത്തി കുബൂസൊക്കെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്